ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ്. നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ആയിരുന്നു. ഇത് നമ്മൾ ഹയർ ഓർഡറിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഹയർ ഓർഡറിലേക്ക് പോകുമ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത്. ഈ ഒരു പാർട്ട് നമ്മൾ രണ്ട് വീഡിയോ ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടിൽ നോക്കുന്നത്. ഇനി അടുത്ത പാർട്ടിൽ ഈക്വൽ ടു 0യ്ക്ക് പകരം ഏത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തൊരു പാർട്ടിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസിന്റെ ഫോം എന്ന് പറയുന്നത് സം an ഇൻറ്റു ഡി ദ nth ഡെറിവേറ്റീവ് ഓഫ് y പ്ലസ് an മൈനസ് 1 ഇൻറ്റു ദ nth ഡെറിവേറ്റീവ് ഓഫ് n മൈനസ് 1 ഡെറിവേറ്റീവ് ഓഫ് y പ്ലസ് എക്സെട്ര പ്ലസ് a1 into dy by dx plus a naught y equal to some f of x ഫോമിൽ വരുന്നതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് 0 ആയിട്ടുള്ള ഇതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം. നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് 0 ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത്. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ എടുക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ a2 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് a1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് a നോട്ട് ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത്. അതിനുശേഷം എന്തിലേക്ക് നമുക്ക് പോവാം. ഇവിടെ പ്രത്യേകത a നോട്ട് a1 എക്സെട്ര an എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആയിരിക്കും. ഇത് കോൺസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a2 a1 a നോട്ട് എന്ന് പറയുന്ന ആ കോൺസ്റ്റൻസ് ആയിരിക്കണം. അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനെ കൊണ്ട് നമ്മൾ ആദ്യം ഈ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓക്സിലറി ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പാർട്ട്. ഓക്സിലറി ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഡെറിവേറ്റീവിന് നമ്മൾ ഡി വൈ ബൈ ഡി എക്സിന് ലാംഡ എന്ന് പറയുന്ന ഒരു വാല്യൂ ലാംഡ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, a2 ഇൻറ്റു ഡി സ്ക്വയർ ആയതുകൊണ്ട് ലാംഡ സ്ക്വയർ പ്ലസ് a1 ഇൻറ്റു ലാംഡ പ്ലസ് a നോട്ട് ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ വിളിക്കുന്നവരാണ് ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന് ലാംഡ സ്ക്വയർ എന്ന് കൊടുത്തു, ഡി വൈ ബൈ ഡി എക്സിന് നമ്മൾ എന്തെന്ന് കൊടുത്തു, ലാംഡ എന്ന് കൊടുത്തു. അപ്പൊ ഇങ്ങനെ കൊടുത്ത് എഴുതുന്ന ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്, ഓക്സിലറി ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഓക്സിലറി ഇക്വേഷൻ ഇത് നമുക്കറിയാം, ഈ ഓക്സിലറി ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് ഈ ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ആയിരിക്കും. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് 3 രീതിയിൽ റൂട്ട് വരാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് 3 രീതി, നമ്മൾ കോംപ്ലക്സിലാണ് റൂട്ട് പറയുന്നതെങ്കിൽ 3 രീതിയിൽ നമുക്ക് റൂട്ട് വരാം. ഒന്നെന്ന് പറയുന്നത് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്, 2 വ്യത്യസ്തമായ റിയൽ റൂട്ട്സ് വരാം. അല്ല എങ്കിൽ ഐഡന്റിക്കൽ റിയൽ റൂട്ട്സ് വരാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരാം, തേർഡ് എന്ന് പറയുന്നത് കോംപ്ലക്സ് റൂട്ട്സ് വരാം. ഓക്കെ, ഈ 3 പോസിബിലിറ്റിയാണ് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ സംഭവിക്കുക. ഒന്നെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഐഡന്റിക്കൽ റൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും. ഈ 3 കേസിലും നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ പറയാൻ പോവുകയാണ്.
ഇതിൻ്റെ സൊല്യൂഷൻ പറയാനെ കൊണ്ടുള്ള മാർഗം, ഇതിൻ്റെ സൊല്യൂഷനെ നമ്മൾ YC എന്നാണ്, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. അപ്പോൾ YC എങ്ങനെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ എടുക്കുക. ഫസ്റ്റ് പാർട്ട്, 2 distinct roots. Say alpha and beta are the roots. Then the complementary function is, അപ്പോൾ അവിടെ വരുന്ന കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ C1 e raised to alpha x plus C2 e raised to beta x. ഇതായിരിക്കും അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. YC എന്ന് പറയുന്നത് എന്തായിരിക്കും? YC കോംപ്ലിമെൻ്ററി ഫംഗ്ഷനോട് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? C1 e raised to alpha x plus C2 e raised to beta x എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പറയാം. C1 e raised to alpha x plus C2 e raised to beta x എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോൾവ് d square y by dx square minus 3 into dy by dx minus 4y equal to 0. അപ്പോൾ ഇതിൻ്റെ ഓക്സിലറി ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ എന്താ വരിക? ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ മൈനസ് 4 ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇത് സോൾവ് ചെയ്യാനെ കൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല ഏതാ ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ആണ്. ഒന്നെങ്കിൽ നമ്മൾ ഈ റിസൾട്ട് യൂസ് ചെയ്യുക, അല്ല എങ്കിൽ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം യൂസ് ചെയ്യാം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം ആണ്. ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ -4 ആണ്, സം എന്ന് പറയുന്ന -3 ആണ്. പ്രോഡക്റ്റ് നെഗറ്റീവ് ആയിട്ട് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. സമ്മ് 3 ആയി, മൈനസ് അപ്പോൾ 4ഉം 1ഉം എടുത്താൽ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ plus lambda minus 4 equal to 0. So lambda into lambda minus 4 plus lambda minus 4 equal to 0. So lambda minus 4 into lambda minus 1 equal to 0, which implies lambda equal to 4 or lambda equal to 1. Lambda equal to 4 or lambda equal to ഇവിടെ +1 ആണ്, lambda equal to -1. അപ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് കിട്ടി. അങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷൻ YC എന്ന് പറയുന്നത് C1 e raised to 4xa പ്ലസ് C2 into e raised to -x. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 2 ഐഡൻറ്റിക്കൽ റൂട്ട്സ്. 2 ഐഡൻറ്റിക്കൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫയാണ് ഐഡൻറ്റിക്കൽ റൂട്ട് എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ C1 plus C2x into e raised to alpha x. C1 plus C2x into e raised to alpha x എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോൾവ് d square y by dx square plus 2 into dy by dxa plus y equal to 0. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനെ കൊണ്ട് നമ്മൾ ആദ്യം ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലാംഡ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ്. അതിൽ നിന്ന് എന്ത് പറയാം? നമുക്ക് ലാംഡ ഈക്വൽ ടു -1 ഐഡൻറ്റിക്കൽ റൂട്ടാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ YC എന്ന് പറയുന്നത് എന്ത് വരും? YC ഈസ് C1 plus C2x into e raised to -x എന്ന് പറയുന്നതായിരിക്കും സൊല്യൂഷൻ. C1 C2 എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക? സൊല്യൂഷനായിട്ട് വരിക. ഇനി നമ്മുടെ ഒരു കേസും കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താ? അടുത്ത കേസ് എന്ന് പറയുന്നത് തേർഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? കോംപ്ലക്സ് റൂട്ട്സ്. കോംപ്ലക്സ് റൂട്ട് ശരിക്കും നമ്മൾ എന്താ കോൺസ്റ്റൻസ് റിയൽ നമ്പേഴ്സാണ് എടുക്കുന്നത്. റിയൽ പോളിനോമിയൽ ആണെങ്കിൽ ആൽഫ പ്ലസ് ഐ ബീറ്റ ഒരു റൂട്ട് ആണെങ്കിൽ ആൽഫ മൈനസ് ഐ ബീറ്റ, കോംപ്ലക്സ് റൂട്ട്സ് എപ്പോഴും കോഞ്ചുഗേറ്റ് പേയേഴ്സ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ആൽഫ പ്ലസ് ഐ ബീറ്റ ഒരു റൂട്ട് ആണെങ്കിൽ
ആൽഫ മൈനസ് ഐ ബീറ്റ റൂട്ട് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ദ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈ സി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു സി വൺ കോസ് ബീറ്റ എക്സ് പ്ലസ് സി ടു സൈൻ ബീറ്റ എക്സ്. അപ്പൊ ഇവിടെ സി കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇ റൈസ് ടു റിയൽ പാർട്ട് എ ഇൻറ്റു എക്സ് എ ഇൻറ്റു സി വൺ കോസ് ബീറ്റ എക്സ്. ബീറ്റ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. ഇപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Solve d square y by dx square plus y equal to 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനെ കൊണ്ട് സൊല്യൂഷൻ എഴുതാനെ കൊണ്ട് നമുക്ക് ആദ്യം എന്ത് വേണം? ഓക്സിലറി ഇക്വേഷൻ വേണം. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 പ്ലസ് ഓർ മൈനസ് ഐ എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താ വരിക? വൈ സി ഈക്വൽ ടു ഇ റൈസ് ടു റിയൽ പാർട്ട് that is 0xa into c1 cos ബീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ് xa പ്ലസ് c2 into sin ബീറ്റ 1 ആയതുകൊണ്ട് x e raised to 0x എന്ന് പറഞ്ഞാൽ e raised to 0 അത് 1 ആണ്. അപ്പോൾ c1 cos xa പ്ലസ് c2 sin x എന്ന് പറയുന്നതായിരിക്കും അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് നമുക്ക് ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് a2 into d square y by dx square plus a1 into dy by dxa plus a0 into y equal to 0 എന്ന് തന്നാലും അതിന്റെ ഓക്സിലറി ഇക്വേഷൻ ഫസ്റ്റ് എഴുതുക. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a2 into ലാംഡ സ്ക്വയർ പ്ലസ് a1 into ലാംഡ പ്ലസ് a0 ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് ഇനി റൂട്ടിന്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മുടെ സൊല്യൂഷൻ. ടു ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ വൈ സി എന്ന് പറയുന്നത് ആ റൂട്ട് ആൽഫയും ബീറ്റയും ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ c1 e raised to alpha xa plus c2 e raised to beta x. c1 c2 ഒക്കെ കോൺസ്റ്റന്റ്സ് ആയിരിക്കും. ഇനി ഐഡന്റിക്കൽ റൂട്ട്സ് ആണെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിക്കൽ റൂട്ട് ആൽഫയാണ് ആ റൂട്ടെങ്കിൽ c1 plus c2 x into e raised to alpha x എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിൽ നമുക്ക് ആൽഫ പ്ലസ് ഐ ബീറ്റ ഫോമിലായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു റിയൽ പാർട്ട് എ ഇൻറ്റു എക്സ് എ c1 കോസ് ബീറ്റ എക്സ് എ പ്ലസ് c2 സൈൻ ബീറ്റ എക്സ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? നമുക്ക് ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടി? ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും അല്ലെ സെക്കൻഡ് ഡിഗ്രി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇനി തേർഡ് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? തേർഡ് വരുമ്പോഴും ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. തേർഡ് വരുമ്പോഴും ഫസ്റ്റ് ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് റൂട്ട് നോക്കുക. റൂട്ട് നോക്കിയിട്ട് ഈ റിസൾട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമ്മൾ അത് ഒരു പ്രോബ്ലം ചെയ്യുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ സോൾവ് d cube y by dx cube plus 2 into d square y by dx square plus dy by dxa plus 2y equal to 0. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ വരിക? ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് എ പ്ലസ് 2 into ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ലാംഡ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ പ്ലസ് 2 പ്ലസ് ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ പ്ലസ് 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0 ഓർ ലാംഡ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു -2 ഓർ ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. അപ്പൊ നോക്കിയേ, ഇവിടെ 3 റൂട്ടാണ് വന്നത്. ഒരു റൂട്ട് -2, അടുത്ത റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ പർട്ടിക്കുലർ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് വരും? റിയൽ റൂട്ട് വരുമ്പോൾ നമുക്ക് എന്താ വരിക? c1 e raised to ആ റിയൽ റൂട്ട് a into xa പ്ലസ് ഇത് കോംപ്ലക്സ് റൂട്ട്. ആ കോംപ്ലക്സ് റൂട്ട് വരുമ്പോൾ എന്താ ചെയ്യുക? e raised to റിയൽ പാർട്ട് a into xa into c1 into cos xa പ്ലസ് g2 into sin x. അവിടെ x വരാൻ കാര്യം റിയൽ പാർട്ട് 1 ആണ്.
സോ ഇറ്റ് ഈസ് ഈക്വൽ ടു C1 e raised to minus 2xa പ്ലസ് e raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. C1 cos xa പ്ലസ് G2 sin x. അപ്പോൾ ഇത് തേർഡ് ഡിഗ്രി അല്ല, ഫോർത്ത് ഡിഗ്രി ഏത് വന്നാലും നമ്മൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് തേർഡ് ഡിഗ്രി തൊട്ട് മേലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ ആലോചിക്കാനുള്ള ഒരു കാര്യം. അത് സോൾവ് ചെയ്യാനെ കൊണ്ട് നമുക്ക് ഇവിടെ ചിലപ്പോൾ ഇതുപോലെ നമുക്ക് എപ്പോഴും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യത്തക്കോണമുള്ള ഇക്വേഷൻസ് ഒന്നും ആവണം എന്നില്ല നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാനെ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിനോമിയലിനെ നമ്മൾ എന്തായിട്ട് അങ്ങ് കൺസ്ട്രക്ട് ചെയ്യുക, അതിനെ ഒരു പോളിനോമിയൽ പി ഓഫ് ലാംഡ ഈക്വൽ ടു ലാംഡ ക്യൂബ് പ്ലസ് 2 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ പ്ലസ് 2 ആയിട്ട് ഞാൻ ഇതിൽ തന്നെ ആ എക്സാമ്പിൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 എടുക്കുക. 2വിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2വിൻ്റെ ഫാക്ടേഴ്സ് 1 ഉണ്ട് 2 ഉണ്ട്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 ഇങ്ങനെ എടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പി ഓഫ് 1 കണ്ടുപിടിക്കുക, പി ഓഫ് മൈനസ് 1 കണ്ടുപിടിക്കുക, പി ഓഫ് 2 കണ്ടുപിടിക്കുക, പി ഓഫ് മൈനസ് 2 കണ്ടുപിടിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 0 ആയിട്ട് കിട്ടും. ഇവിടെ നമുക്ക് പി ഓഫ് മൈനസ് 2 കണ്ടുപിടിച്ചാൽ അത് 0 ആയിട്ട് കിട്ടും. പി ഓഫ് മൈനസ് 2 0 ആണെങ്കിൽ ലാംഡ പ്ലസ് 2 എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് പി ഓഫ് 2 ആയിരിക്കും കിട്ടുക. നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇവിടെ പി ഓഫ് 2 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഓക്കെ, പി ഓഫ് മൈനസ് 2 നമ്മൾ ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. പി ഓഫ് മൈനസ് 2 ആണ് ഫാക്ടർ ആയിട്ട് കിട്ടുന്നത്. പി ഓഫ് മൈനസ് 2 ഇവിടെ നമുക്ക് 0 ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ലാംഡ പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലിന് ഒരു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പോളിനോമിയൽ ഡിവിഷൻ വെച്ചിട്ട് അതിന്റെ ബാക്കി ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കി ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അതേ തേർഡ് ഡിഗ്രി പോളിനോമിയലിനെ ഫസ്റ്റ് ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും കോഷ്യന്റ് ആയിട്ട് ഇടുന്നത്. അതിനെ നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ സോൾവ് ചെയ്യാനെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ തേർഡ് ഡിഗ്രി പോളിനോമിയൽ സോൾവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കോൺസ്റ്റന്റ് ടൈം എടുക്കുക, കോൺസ്റ്റന്റ് ടൈമിന്റെ ഫാക്ടേഴ്സ് നോക്കുക, അത് ഈ ലാംഡയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ അത് 0 കിട്ടും. അപ്പോൾ സപ്പോസ് അത് നമ്മൾ പി ഓഫ് ലാംഡ എഴുതി അതിനകത്ത് എ ആണ് 0, പി ഓഫ് എ 0 വന്നതാണെങ്കിൽ ലാംഡ മൈനസ് എ എന്ന് പറയുന്നത് എന്തായിട്ട് വരും, ഒരു ഫാക്ടർ ആയിട്ട് വരും. ഇതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പി ഓഫ് ലാംഡയെ ലാംഡ മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയാൽ അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഈ ഫാക്ടറായി അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ഫാക്ടേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഇതിൽ ടോക്കിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളതാണ്. അത് ഞാൻ സെക്കൻഡ് ഡിഗ്രിയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇനി തേർഡ് ഡിഗ്രി വന്നു കഴിഞ്ഞാലും ആ സെക്കൻഡ് ഡിഗ്രി എങ്ങനെയാണോ ചെയ്തത് അത് വീണ്ടും റീട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാനെ കൊണ്ട് പറ്റും.